എപ്പോഴാണ് ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത്? വീട് വയ്ക്കുക, മക്കളുടെ വിവാഹം എന്നിവ ബാക്കി നിൽക്കെ ഹജ്ജിനുള്ള സാമ്പത്തിക ശേഷിയും ഉണ്ടായിരിക്കെ അദ്ദേഹം ഹജ്ജാണോ ചെയ്യേണ്ടത്, അതല്ല വീടും മക്കളെ കെട്ടിക്കലൊക്കെയാണോ വേണ്ടത് എന്നാണ് ചോദ്യം. ഇത് ഓരോരുത്തരെ സംബന്ധിച്ചും ഇതൊക്കെ വ്യത്യാസപ്പെടും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിച്ചയക്കാനായപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മക്കളെ വിവാഹം കഴിച്ചയക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യത തന്നെയാണ്. സാമ്പത്തികമായ ഒരല്പം ചിലവുള്ള ഒരു ബാധ്യത തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മക്കളെ കെട്ടിക്കാനായിട്ടുണ്ട്, വീട് സ്വന്തമായി വീടില്ല, വീട് വെക്കേണ്ടുന്ന ഒരു ആവശ്യകത മുന്നിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് അദ്ദേഹം മുന്തിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് സാമ്പത്തികമായി ഉണ്ടെങ്കിലാണ് അദ്ദേഹം ഹജ്ജ് നിർവഹിക്കാൻ ബാധ്യതയായിട്ടുള്ളത്. എന്നാൽ മക്കളെ വിവാഹം കഴിക്കാനായിട്ടില്ല, വീട് അങ്ങനെ കേടുവന്നൊരു വീടൊന്നുമല്ല, അല്ലെങ്കിൽ പുതിയ ഒരു വീട് ഉണ്ടാക്കേണ്ടുന്ന ഒരു ആവശ്യകതയിലേക്ക് അത്യാവശ്യത്തിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ സാമ്പത്തികമായി ഒരു ഭദ്രത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് താനും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അയാൾ മക്കൾ വലുതാകട്ടെ, എന്നിട്ട് അവരെ കെട്ടിക്കട്ടെ, എനിക്കൊരു വീട് വെക്കേണ്ടുന്ന സമയമാകട്ടെ, എന്നിട്ട് വീട് വെക്കാം, അതൊക്കെ കഴിഞ്ഞിട്ട് ഹജ്ജിന് പോകാം എന്നല്ല തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ആ സമയത്ത് ഹജ്ജിനുള്ള പ്രവർത്തനമാണ് ആദ്യം നോക്കേണ്ടത്. എന്നിട്ടാണ് മക്കളുടെ കാര്യവും അതേപോലെ തന്നെ വീടിൻ്റെ കാര്യവും ഒക്കെ നോക്കേണ്ടത്. അപ്പോൾ വ്യക്തികളെ സംബന്ധിച്ച് വ്യത്യാസപ്പെടും എന്നർത്ഥം. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കും മുന്തിക്കേണ്ടത്, മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യുക എന്നുള്ളതായിരിക്കും മുന്തിക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഓരോ വ്യക്തികൾക്കനുസരിച്ച് ഇത് വ്യത്യാസപ്പെടും, സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അലം.